ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കാതടപ്പിക്കുന്ന ശബ്ദവുമായി ബുള്ളറ്റുകൾ, അനധികൃത ലൈസൻസുകൾ നശിപ്പിച്ച് പോലീസ്. ശബ്ദത്തിൽ കുതിർന്ന റോയൽ എൻഫീൽഡുകൾ ബുള്ളറ്റ് പ്രേമികൾക്ക് ഒരുപക്ഷെ ഹരമാവാം എന്ന് കരുതി ജനത മുഴുവൻ റോയൽ എൻഫീൽഡിന്റെ ദഗ്ധക് ശബ്ദം ഇഷ്ടപ്പെടണമെന്നില്ല. രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ കാതടപ്പിക്കുന്ന ശബ്ദവുമായി നിരത്തിലൂടെ ചീറിപ്പായുന്ന ബുള്ളറ്റുകളാണ് ഇന്ന് ജനത നേരിടുന്ന പ്രധാന വെല്ലുവിളി. കാതടപ്പിക്കുന്ന ശബ്ദവുമായി പായുന്ന ബൈക്കുകളെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബുള്ളറ്റ് വേട്ട പോലീസ് കർശനമാക്കിയത്. അടുത്തിടെ കേരളത്തിലും കർണാടകയിലുമായി നടന്ന പരിശോധനയിൽ 200ഓളം ബുള്ളറ്റ് റൈഡർമാരെയാണ് അനധികൃതമായി രൂപമാറ്റം വരുത്തിയ സൈലൻസറുമായി പിടികൂടിയത്. മോട്ടോർ വാഹന നിയമം ലംഘിച്ചുള്ള ഇത്തരം ബൈക്കുകൾക്ക് പിഴ ഈടാക്കി ലൈസൻസുകൾ നീക്കം ചെയ്യുന്ന രീതിയാണ് പോലീസ് പിന്തുടർന്നു വരുന്നതും. രൂപമാറ്റം വരുത്തിയതിന് പിടികൂടുന്ന ഇത്രയധികം സൈലൻസറുകളെ പോലീസ് പിന്നീട് എന്ത് ചെയ്യുന്നുവെന്ന ചോദ്യവും സമൂഹമാധ്യമങ്ങളിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാലായാണ് സൈലൻസറുകളെ എങ്ങനെ നശിപ്പിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബാംഗ്ലൂർ ട്രാഫിക് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. പിടികൂടിയ സൈലൻസറുകളെ റോഡ് റോളർ ഉപയോഗിച്ചാണ് തങ്ങൾ നശിപ്പിച്ചതെന്ന് ബാംഗ്ലൂർ ട്രാഫിക് പോലീസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ മോട്ടോർ വാഹന നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണ്. സാധാരണഗതിയിൽ 92 ഡെസിബിൾ വരെയാണ് മോട്ടോർ സൈക്കിളുകൾക്ക് അനുവദനീയമായ ശബ്ദ തീവ്രത. എന്നാൽ രൂപമാറ്റം വരുത്തിയ സൈലൻസറുകളുടെ പശ്ചാത്തലത്തിൽ 10 ഇരട്ടി ശബ്ദമാണ് പുറത്തെത്തുന്നത്. റോയൽ എൻഫീൽഡിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം ആരോഗ്യത്തിന് ഹാനികരവുമാണ്. രൂപമാറ്റം വരുത്തിയ സൈലൻസറുമായി നിരത്തിലിറങ്ങുന്നത് 2000 രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റവുമാണ്. ഇത്തരം സാഹചര്യത്തിൽ ബൈക്കിന്റെ രജിസ്ട്രേഷൻ വരെ റദ്ദാക്കാൻ അധികൃതർക്ക് അധികാരവുമുണ്ട്. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം കമന്റിലൂടെ.